ഹലോ, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലിൽ ഇതുപോലെ നല്ലപോലെ കറയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇത് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിന്നിത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കിച്ചൺ ടവൽ തന്നെ ഞാൻ എടുക്കാൻ കാരണം ഇത് നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഒരു തവണ മെഷീനിലിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നന്നായി ഞാൻ വാഷ് ചെയ്തിട്ടും മഞ്ഞക്കറയും അതിലെ കരിമ്പനും ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരൊറ്റ ലിക്വിഡ് കൊണ്ട് തന്നെ നമുക്കിതിലെ കറകളൊക്കെ ഒറ്റയടിക്ക് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസൻ എടുത്തിട്ടുണ്ട്. ആ ബേസനിൽ ഈ തുണി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്ലോറക്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, ക്ലോറക്സ് ഒരുപാട് യൂസുള്ളൊരു സാധനമാണ്, വില കുറവുമാണ് കേട്ടോ. ഓവർ വിലയും ക്ലോറക്സിനില്ല. അപ്പോൾ ഈ ക്ലോറക്സ് ഞാൻ ഒരു 2 അടപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കൈക്കൊക്കെ അലർജി അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളവർ കൈ ഇട്ടിട്ട് ഒരിക്കലും ഇളക്കരുത്. എന്തായാലും ഗ്ലൗസ് ഇടണം കേട്ടോ. ഞാൻ ഇത്രയും മുഷിഞ്ഞ ഈ തുണി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല കളറ് മങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. കളറ് മങ്ങിയിട്ടുമാണ് ഇതിൽ മുഴുവനും മഞ്ഞളിൻ്റെയും നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഒരുപാട് കറയും പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 7 മണിക്കൂറാണ് കേട്ടോ ഞാനിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 6-7 മണിക്കൂറോളം നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഒരു 3 മണിക്കൂറൊക്കെ കൂടിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു മാജിക്കൽ റിസൾട്ട് തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം നമ്മൾ വേറൊരു ഡിറ്റർജൻറ്റോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ പെട്ടെന്നാണ് ഇതിൻ്റെ കരിമ്പനും പിന്നെ മഞ്ഞക്കറിയും എല്ലാം പോയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിച്ചൺ ടവൽ കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യം ഇട്ട ക്ലോത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മഞ്ഞക്കറ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഒരിക്കലും നിങ്ങൾ കൈ ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ. കയ്യിലൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രം തുണി ഇതിന്ന് എടുത്താൽ മതിയേ. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിച്ചൺ ടവൽ കിട്ടും കേട്ടോ. ചിലർ നല്ല ടവലാണ് പക്ഷേ വേഗം കറ പറ്റി എന്ന് പറഞ്ഞിട്ട് കളയാൻ വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് ഞാൻ പൈപ്പിൽ കൊണ്ടുപോയി വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ്. നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. കറയൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരിക്കലും വർക്കാവില്ല എന്ന് കരുതി ചെയ്യാതെ നിൽക്കേണ്ട. അത്ര അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലുണ്ടായിരുന്ന മഞ്ഞക്കറിയും കരിമ്പനും പുള്ളികളും പാടുകളെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ വൈറ്റ് ഓഫ് വൈറ്റ് കിച്ചൺ ടവലൊക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ക്ലോറക്സിലിട്ട് വെക്കാൻ പാടുള്ളൂ. പുതിയ ഡ്രസ്സിലൊക്കെ കറ പിടിച്ചു എന്ന് കരുതിയിട്ട് ക്ലോറക്സിൽ മുക്കി വെച്ചാൽ ഡ്രസ്സ് ഫുള്ള് ഇളകി പോട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.